ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ ഗുലാബ് ജാമുൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിലോട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനിയാണ് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പിയിൽ പാൽപ്പൊടിയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. മൈദയുടെ അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് തന്നെ ആകെ വിട്ടുപോകും. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് പാലെടുത്ത് വെക്കുക. അത് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കുഴച്ചെടുക്കുക. എനിക്കിത് കുഴക്കുമ്പോൾ 1/4 കപ്പേ ആവശ്യം വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന മൈദയുടെ ഒക്കെ വ്യത്യാസം അനുസരിച്ചിട്ട് ചെറിയ ചേഞ്ചുകളൊക്കെ വരാം. പക്ഷെ ഇത് ഓവറായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ അത്രയും ഇതായിട്ടല്ല കുഴക്കുക, സോഫ്റ്റ് ആക്കിയിട്ടല്ല കുഴച്ചെടുക്കുക. കുറച്ചൊക്കെ ഒരു ഇതായിട്ട് നമുക്ക് ഉരുട്ടാനുള്ള ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഇതിലേക്ക് ചേർക്കാനുള്ളത് നെയ്യാണ്. അപ്പോൾ ഈ നെയ്യ് ആദ്യം മൈദ ചേർത്തില്ല, ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ പാലൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം പാലൊക്കെ ഇപ്പോൾ ചേർത്ത് ഇപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഈ ടൈമിൽ നെയ്യ് ചേർക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു കൈമ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. അതാണ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആദ്യം മൈദയുടെ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒരുപാടൊന്നും പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കരുത്. ഇതൊന്ന് ഉരുണ്ട് വരാൻ മാത്രം ഒന്ന് കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ ഇത് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി വരുമ്പോൾ ആ സോഫ്റ്റ് കിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ആ ടൈം കൊണ്ട് നമുക്കിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി സ്റ്റവ് ഓണാക്കാം. പഞ്ചസാരയുടെ ഒരു പരുവം എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടൽ വേണം, എന്നാൽ ഒരു നൂൽ പരുവൊന്നും ആവും വേണ്ട. ഇപ്പോൾ ദാ ഈ സമയത്ത് നമുക്ക് ഒരു 4 ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂണ് റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം കൊണ്ട് ഓഫ് ചെയ്യാം. ഇനി ഗുലാബ് ജാമുന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു സ്റ്റീൽ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുക്കാൻ നല്ല മയത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ നെയ്യ് പോലും കയ്യിൽ തടവിയിട്ടില്ല. എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈമാണ് നമ്മൾ നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇതേപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനൊരു 9 ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നുകൂടെ ഇതാക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണം ഒപ്പിക്കുക. ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ബ്രൗൺ ആവും, ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതാ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരുവിധം എല്ലാവരും പാക്കറ്റ് മിക്സൊക്കെ മേടിച്ച് തന്നെയാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഗുലാബ് ജാമുനൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഇതേപോലെ പാൽപ്പൊടി വീട്ടിലുണ്ടാവും, അതേപോലെ തന്നെ പഞ്ചസാര ഉണ്ടാവും, മൈദ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കുറഞ്ഞ അളവിലെടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വീട്ടിലെ മിക്സ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയി വരും, പക്ഷേ അതൊന്നും പ്രശ്നമില്ല. ഷുഗർ സിറപ്പിലേക്ക് എത്തുമ്പോൾ അതെല്ലാം പോകും. ഇപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നമുക്ക് നേരിട്ടിട്ട് തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗുലാബ് ജാമുൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാറ് ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോഴാണ്.
ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കിയിട്ട് എടുക്കുക. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് ഇപ്പോൾ ഗുലാബ് ജാമുനൊക്കെ വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കാണ് ഉള്ളിലേക്കൊക്കെ നല്ലോണം ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവുക. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ 12 മണിക്കൂറിന് ശേഷം ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗുലാബ് ജാമുൻ ഒന്നുകൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.